തെരുവിൽ നിന്ന് പ്രതീക്ഷകളുടെ തണലിലേക്ക് നിർധന കുടുംബത്തിന് അമ്പലത്തറയിൽ താൽക്കാലിക വീടൊരുങ്ങി. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ. കഴിഞ്ഞ 12 വർഷമായി പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിലെ വരാന്തകളിലും തെരുവുകളിലുമായി കഴിഞ്ഞുകൂടിയ ഒറ്റപ്പാലം സ്വദേശികളായ ദ്വരൈ പഞ്ചമി ദമ്പതികൾക്കും 6 മക്കൾക്കും ഇനി സ്വന്തമായി തലചായ്ക്കാനിടം. ഇവർ തെരുവിൽ ആക്രിപ്പെറുക്കിയും കടകൾ അടിച്ചുവാരിയുമാണ് കുടുംബം പുലർത്തിയിരുന്നത്. സഹോദരിയുടെ വേർപാടിനെ തുടർന്ന് അവരുടെ മകളെ കൂടി സ്വന്തം മക്കളെ പോലെ ചേർത്ത് പിടിച്ചാണ് ഈ ദമ്പതികൾ വളർന്നത്. തെരുവിൽ കഷ്ടപ്പെടുമ്പോഴും കുട്ടികളുടെ വിദ്യാഭ്യാസം മുടക്കാതിരിക്കാൻ ഇവർ ശ്രദ്ധിച്ചിരുന്നു. തെരുവിലെ ഇവരുടെ ദുരിത ജീവിത കഥ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ സംപ്രേഷണം ചെയ്തതിനെ തുടർന്നാണ് സഹായഹസ്തവുമായി പലരും രംഗത്തെത്തിയത്. പയ്യന്നൂർ നഗരസഭയുടെയും ജനപ്രതിനിധികളുടെയും പെരുമ്പ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെയും ക്ലാപ്പ് കൗൺസിലിംഗ് ക്ലിനിക്കിൻ്റെയും സുഹൃത്തുക്കളുടെയും സംയുക്ത സഹകരണത്തോടെ അമ്പലത്തറയിൽ ഒരുക്കിയ താൽക്കാലിക വീട്ടിലേക്ക് ഈ കുടുംബം ഇന്ന് താമസം മാറി. പെരുമ്പ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി റിലീഫ് കമ്മിറ്റിയാണ് വീടിൻ്റെ വാടക നൽകാൻ സന്നദ്ധമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി മാധ്യമപ്രവർത്തകർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി പറഞ്ഞു. പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലാണ് ആദ്യമായിട്ട് ഈ വിഷയം, ഇവരുടെ ഒരു താമസ സൗകര്യത്തിൻ്റെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ആദ്യമായിട്ട് വാർത്ത ചെയ്തിട്ടുള്ളത്. അതേ തുടർന്ന് പയ്യന്നൂരിലെ മറ്റ് മാധ്യമങ്ങളും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം പലവട്ടം ഈ കുടുംബം ഞങ്ങളെ സമീപിച്ചിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം, ഇവർ നേരത്തെ നഗരസഭയുടെ വീടിൻ്റെ ആവശ്യമുള്ള ലിസ്റ്റിൽപ്പെട്ടവരായിരുന്നു. ആ പദ്ധതി പല കാരണങ്ങൾ കൊണ്ട് നടന്നിട്ടില്ല. അപ്പോൾ മഴയും വെയിലൊക്കെ വരുന്ന സമയത്തുള്ളൊരു താമസത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് വന്നിട്ടുള്ളത്. നേരത്തെയും പല സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. അങ്ങനെയാണ് ഇവരെ ഒരു സുരക്ഷിതമായ ഇടത്തേക്ക് താമസിപ്പിക്കണമെന്ന കാഴ്ചപ്പാടിലേക്ക് വരികയും അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ കുറേ സുഹൃത്തുക്കളും അവരെല്ലാം ചേർന്ന് എങ്ങനെയാണ് ഇവരെ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടി സാധിക്കുക എന്നത് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ താൽക്കാലികമായി മാറ്റിപ്പാർപ്പിക്കണമെന്ന് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ താൽക്കാലികമായി മാറ്റിപ്പാർപ്പിക്കുമ്പോൾ ആ മാറ്റിപ്പാർപ്പിക്കുന്ന വീടിൻ്റെ വാടക കൊടുക്കാൻ ഞങ്ങൾ സന്നദ്ധമാണെന്ന് പെരുമ്പ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുള്ളത്. വളരെ നല്ല തീരുമാനമാണ് ആ കമ്മിറ്റി എടുത്തിട്ടുള്ളത്. അവർ നിലവിൽ തന്നെ ഒരുപാട് ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്ത കമ്മിറ്റിയാണ്. അപ്പോൾ ആ നിർദ്ദേശം വന്നപ്പോൾ അവരെ ഇങ്ങോട്ട് മാറ്റാമെന്ന് ഞങ്ങൾ തീരുമാനിക്കുകയും ആ മാറ്റുന്നതിന് മുന്നോടിയായി അവർക്ക് കൗൺസിലിംഗ് ഉൾപ്പെടെ കൊടുക്കേണ്ടതുണ്ട് എന്ന് കണ്ടതുകൊണ്ട് പയ്യന്നൂർ ആസ്ഥാനമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ക്ലാപ്പ് എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. അവരൊരു കൗൺസിലിംഗ് സെൻ്ററാണ്. അവർ കഴിഞ്ഞൊരു മാസമായി സൗജന്യമായിട്ട് വരെ കൗൺസിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചടങ്ങിൽ വെച്ച് അതിദാരിദ്ര്യ റേഷൻ കാർഡ് ജില്ലാ സപ്ലൈ ഓഫീസർ KN ബിന്ദു കുടുംബത്തിന് കൈമാറി. വൈസ് ചെയർപേഴ്സൺ P ശ്യാമള, കൗൺസിലർമാരായ A സവിത, M രാമകൃഷ്ണൻ, ആശ, VKP ഇസ്മായിൽ, പെരുമ്പ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി റിലീഫ് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയ നിരവധി പ്രമുഖ വ്യക്തികൾ വീട് മാറ്റത്തിന് സാക്ഷ്യം വഹിക്കാനെത്തി. കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഫെഡറേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി കുടുംബത്തിനായുള്ള വസ്ത്രങ്ങൾ കൈമാറി. പയ്യന്നൂർ ലയൺസ് ക്ലബ്ബ് പ്രവർത്തകർ നിത്യോപയോഗ സാധനങ്ങളും എത്തിച്ചു നൽകി. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്. പ്രകൃതിയുടെ മടിത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ്. ഒഴിച്ചിൽ, കിഴികൾ, ധാര, വസ്തി, നസ്യം, പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം. മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം, കൃത്യതയാർന്ന പരിചരണം, പ്രകൃതിദത്ത ഭക്ഷണം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ.